ഇതുപോലുള്ള ധാരാളം മരങ്ങളൊക്കെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന ചരിത്രത്തിലുണ്ട്. അവർക്കൂടെ വരാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അത് സമ്മതിക്കാത്തതിൻ്റെ അവരതിന് കാണിക്കയായി കൊടുത്തതാണ്. അതിൽ കൂടുതലും പിന്നെ ഖലീസിൻ്റെ മരമാണ്. അതുപോലെ തന്നെ നമ്മുടെ വേപ്പിൻ്റെ ഇലയും വേപ്പിൻ്റെ മരം നമുക്ക് കാണാൻ കഴിയുമെന്ന് ഉറപ്പുണ്ട്, കൂടുതൽ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ പാലയത്തിൻ്റെ ഉള്ള തേക്കിൻ്റെ തടികൾ പലതും ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നൊക്കെ ചരിത്രങ്ങളിൽ കാണാൻ കഴിയുമെന്ന് ഉറപ്പുണ്ട്. ഇവിടെ എല്ലാം ടെൻറ്റുകളാണ്. ടെൻറ്റുകളുടെ എന്തെന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ടെൻറ്റുകളൊന്നും ഉണ്ടാവില്ല, കയ്യിലുള്ള മുണ്ടും തുണിയും സാരിയൊക്കെ വലിച്ചു കെട്ടി പുറത്തൊക്കെ വലിച്ചു കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും എന്ന് ഉറപ്പെടുത്തുന്ന സമയത്ത് ഇവിടെ കാണേണ്ട രംഗമാണ് അതൊക്കെ. ഇവിടെയൊക്കെ മലയാളത്തിലും ബോർഡുകൾ കാണാൻ കഴിയും. ഈ ഹജ്ജിൻ്റെ ഉള്ളിൽ എല്ലാ സ്ഥലങ്ങളും പ്രത്യേകിച്ചുണ്ട്. അത് പ്രധാന കാരണം ചിലർ പറയുന്നത് നമ്മുടെ നാട്ടിലെ മലയാളികളുടെ അക്കാലം മുതലുള്ള ഇടപെടലിൻ്റെ ഒരു കാരണമാണ് എന്നും പറയുന്നുണ്ട്. അതല്ല, മലയാളിക്ക് മലയാളമല്ലാത്തൊരു ഭാഷ അറിയാത്തത് കൊണ്ടും അതിലെഴുതി വെച്ചേക്കുന്നതാണെന്നും പറയുന്നുണ്ട്. ഏതായിരുന്നാലും മലയാളത്തിലൂടെയൊക്കെ അറഫ ആശുപത്രിയെന്നും അറഫയുമായി ബന്ധപ്പെട്ട് അതുപോലെ മുസ്തലിഫ അവിടങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നും കൂടി ഉറപ്പെടുത്തി. നമ്മുടെ വണ്ടി ഇവിടെ നേരത്തെ കുറച്ചും കൂടെ മുന്നോട്ട് വണ്ടി പോകാൻ കുറച്ച് നടക്കണം. നേരെ ഭാഗമാണ് അറഫയുടെ മുകളിലൊരു കുന്ന് പോലെ അവിടെ ഒരു കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം നബിതങ്ങൾ നിന്നത് അതിൻ്റെ തൊട്ട് താഴെയാണ്. ഇപ്പം അങ്ങോട്ട് കയറ്റി വിടുന്നില്ല, ഇടയ്ക്ക് സമയത്തൊക്കെ ഒരു കയറ്റി വിടും. ഏതായാലും നമുക്ക് അവിടം വരെ ഒന്ന് പോയി കണ്ട് കേട്ട് ചായയും വെള്ളവും അതുപോലെ ഐസ്ക്രീം ഒക്കെ കുടിച്ചോണ്ട് വരും. 10-25 മിനിറ്റുള്ള എല്ലാവരും എത്തും. സുറ